ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ചാണ്. അന്ന് ട്രാനിയായിലെ അസംഷൻ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ആ സ്ത്രീയും പങ്കെടുത്തിരുന്നു. ഭക്തി കൊണ്ട് കുർബാന കൂടാൻ വന്നതായിരുന്നില്ല അവർ. വിശുദ്ധ കുർബാനയിലെ ക്രിസ്തു രഹസ്യത്തെ പരീക്ഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുർബാനയിൽ പങ്കെടുത്തതായിരുന്നു അവർ. ദിവ്യകാരുണ്യം ഭക്ഷിക്കാതെ ഒരു ചെറിയ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ കൊണ്ടുപോയി അപ്പത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നറിയാനായിരുന്നു അവരുടെ ശ്രമം. വീട്ടിലെത്തിയ ആ സ്ത്രീ അടുക്കളയിൽ കയറി അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് അതിൽ എണ്ണയൊഴിച്ചു. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ദിവ്യകാരുണ്യം ഇടുകയും ചെയ്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അപ്പം ഉടനെ ഒരു മാംസ കഷ്ണമായി മാറുകയും വറുത്തു കോരാൻ വെച്ച ചട്ടിയിൽ നിന്നും രക്തം നിറഞ്ഞൊഴുകാനും തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ടു ഭയന്ന സ്ത്രീയുടെ കരച്ചിൽ കേട്ട് ആളുകൾ ഓടിക്കൂടുകയും അവർ ഈ അത്ഭുത ദൃശ്യത്തിന് സാക്ഷികളാവുകയും ചെയ്തു. സ്ഥലത്തെ ബിഷപ്പിനെ വിവരം അറിയിക്കുകയും അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം തിരുവോസ്തി ദേവാലയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഈ അത്ഭുതം നടന്ന വീട് 1706 ഒരു ചാപ്പലായി മാറി. വെള്ളികൊണ്ട് നിർമ്മിച്ച പേടകത്തിൽ ഇപ്പോഴും ദിവ്യകാരുണ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അനുദിനവും നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ഒരു കൊച്ചു ഗോതമ്പപ്പം വൈദികന്റെ കരങ്ങൾ വഴി ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്ന ആ പ്രതിഭാസം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. എത്രയോ ദിവ്യബലികൾ ഇതിനകം നാം പങ്കെടുത്തു കഴിഞ്ഞു. പക്ഷേ പങ്കെടുത്ത ആ ദിവ്യബലികളിൽ എല്ലാം നമ്മുടെ മനസ്സ് എത്രമാത്രം ഉണ്ടായിരുന്നു? ആത്മാർത്ഥത, ഭക്തി, ഇവയൊക്കെ ഈ സമയം നമ്മളൊന്ന് ചിന്തിക്കണം. ആത്മശോധന നടത്തുമ്പോൾ അവ വളരെ കുറവായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. അങ്ങനെ സംഭവിച്ചത് നമുക്ക് വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവും മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ്. പക്ഷേ ഈ ലോകത്തിൽ ജീവിച്ചു മരിച്ചു കടന്നുപോയ പലരും, പ്രത്യേകിച്ച് വിശുദ്ധർ, വിശുദ്ധ കുർബാന എന്താണെന്ന് ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞവരായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ എണ്ണമറ്റ മാലാഖമാർ ദൈവത്തെ ആരാധിക്കാനായി അൾത്താരയിൽ എത്തിച്ചേരുന്നു എന്നായിരുന്നു വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്. യഥാർത്ഥത്തിലുള്ള വിശുദ്ധ കുർബാന എന്താണെന്ന് നാം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നാം സന്തോഷം കൊണ്ട് മരിച്ചു പോകുമായിരുന്നു എന്നാണ് വിശുദ്ധ ജോൺ വിയാനിയുടെ അഭിപ്രായം. ബലിയർപ്പണത്തിൽ വൈദികനെ സഹായിക്കാനായി മാലാഖമാർ ഒരുമിച്ചു കൂടുന്നുവെന്ന് വിശുദ്ധ അഗസ്റ്റീനോസ് പറയുന്നു. ഇതുതന്നെ മഹാനായ വിശുദ്ധ ഗ്രിഗറിയും പറയുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും മാലാഖമാർ വിശുദ്ധ കുർബാനയിൽ സഹായിക്കാനായി വരികയും ചെയ്യുന്നുവത്രേ. വെളിച്ചമില്ലാതെ ജീവിക്കാൻ ഈ ലോകത്ത് കഴിയുമോ? അതായിരിക്കുമത്രേ വിശുദ്ധ കുർബാന ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ എളുപ്പം. ഇതായിരുന്നു പാദ്രി പിയോയുടെ വിശ്വാസം. ഇങ്ങനെയെല്ലാമാണ് വിശുദ്ധ കുർബാനയെ വിശുദ്ധർ കാണുന്നതെങ്കിൽ ആ കഷ്ടം! എത്രയോ അശ്രദ്ധമാണ് നാം വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത്. ഇനി മുതൽ ആത്മാവിലല്ലാതെയുള്ള അത്തരം ബലിയർപ്പണങ്ങൾ അവസാനിപ്പിച്ചേക്കൂ. ഭക്തിയോടെയും ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും വേണം നമ്മുടെ ഓരോ ദിവസത്തെയും ബലിയർപ്പണങ്ങൾ. ആ അൾത്താരയിൽ നടക്കുന്ന ആ വലിയ അത്ഭുതം കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് സാധിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ മധ്യേ നിങ്ങൾ എന്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. വിശ്വാസത്തോടെ വൈദികൻ ഈശോയുടെ ശരീരവും രക്തവും എടുത്ത് ഉയർത്തുന്ന ആ സമയം നെഞ്ചു പൊട്ടി ദൈവത്തെ വിളിച്ചാൽ ഈശോ ഇറങ്ങി വരും നിങ്ങളുടെ വേദനകളിലേക്ക്. ആ സമയം ആ കാസിയിലേക്കും പീലാസിയിലേക്കും നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയ്ക്കത് ഏറ്റെടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയർപ്പണങ്ങളും വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ആയിരിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.